ഹായ്, ഇപ്പോൾ നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ ചെറിയൊരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാം. ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ ഒരു വ്യൂ മാത്രമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും യൂസ് ആവുകയാണെങ്കിൽ ആകട്ടെ എന്ന് വെച്ചിട്ട്. ഓക്കെ, പലരും പല പ്രോട്ടോക്കോളായിരിക്കും, പല രീതിയിലായിരിക്കും ഈ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു അത് പറയാം. ഞാനൊരു വീക്ക്ലി ടൈം ഫ്രെയിമാണ് എടുത്തേക്കുന്നത്. നമുക്കറിയാം ഇതൊരു ലോങ് ടൈം ഒരു അപ്പ് മൂവ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഒരു ചാർട്ടാണ്. വളരെ സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ, നമുക്ക് ഒറ്റ ഓട്ടത്തിൽ കാണാവുന്നൊരു കാര്യമുള്ളൂ ഇതൊക്കെ. അപ്പോൾ നമ്മളൊരു ചാനലിനകത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റെസിസ്റ്റൻസ്, സപ്പോർട്ട്, അതായത് ഇതിൽ നിന്ന് ഇതിലോട്ടൊരു മൂവ്മെൻറ്റ് വരുമെന്നാണ്. അതായത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാവുമെന്നും ഇവിടെ എത്തുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുമെന്നും നമുക്കത് പ്രതീക്ഷിക്കാം. എപ്പോഴും അങ്ങനെ ആണെന്നില്ല. ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ടോ പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് പാലിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു റീസെൻ്റ്ലി നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ചാനൽ കാണാം. അതിനകത്ത് ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ കാണാം. ഈ കാണുന്ന റെഡ് ലൈൻ, ഇത് നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇച്ചിരി വലുതാക്കാം. അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു, അതായത് നമ്മൾ ഒരു റീടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് മുമ്പത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ ആ ഒരു സപ്പോർട്ട് ലൈൻ പിന്നെ റെസിസ്റ്റൻസ് ആകാനും, ഒരു റെസിസ്റ്റൻസ് ലൈൻ, അതായത് ഇതുണ്ട് റെസിസ്റ്റൻസ് എടുത്തുണ്ട് പലപ്പോഴും ബ്രേക്ക് ചെയ്ത് മണ്ടയ്ക്ക് പോയപ്പോൾ അതൊരു റീടെസ്റ്റ് എടുത്തേക്കുന്നുണ്ടോ, അത് പിന്നെ ഒരു സപ്പോർട്ടായി. ഇപ്പോൾ നമുക്കിവിടെ എൻട്രി എടുക്കാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കാൻ ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ നല്ലൊരു വോളിയത്തിൽ മുകളിലോട്ട് പോയിട്ട് നല്ലൊരു ക്യാൻഡിലിൽ ഇതിനൊരു ബ്രേക്കൗട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ വെക്കാം. അത് ഓരോരുത്തർ റിസ്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പക്ഷം. ചിലവർ സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഒരു ലൈൻ ഒരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ താഴോട്ട് ചിലപ്പോൾ കുറേ അങ്ങ് പോയേക്കും. ഇവിടെ വരെ എത്തിയിട്ട് ഈ ഒരു സപ്പോർട്ട് വരെ എത്തുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്നത്തേക്ക് മുകളിലോട്ട് വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കുറേ നാൾ കിടക്കും. അതായത് ഇവിടെ മേടിച്ചൊരു ട്രാക്ക് ഈ ഒരു ഏരിയ വരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത്ര 100 മണ്ടയ്ക്ക് രൂപയുടെ ഓൾമോസ്റ്റ് ഒരു നമുക്കൊരു പറയാം ഒരു 100 രൂപയ്ക്ക് മണ്ടയ്ക്ക് നഷ്ടം വന്നിട്ട് പിന്നെ അത് കയറുമ്പോഴത്തേക്ക് ഒരുപാട് നാളെടുത്തേക്കാം. പിന്നെ ആവറേജ് ചെയ്യണമെന്നായി ഇതായി അത്രയും കിടന്ന് കഷ്ടപ്പെടാണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻട്രി എടുത്തു, ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലൈൻ്റെ താഴെ, ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറുതാക്കാം. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇപ്പോൾ റിസ്ക് റിവാർഡ് നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ വേണ്ടി ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തൊട്ട് പുറകിൽ ഇവിടെ ആയിട്ടൊരു സ്വിംഗ് ലോയിൽ, ഇപ്പോൾ ഞാൻ സാറിന് സ്വിംഗ് ലോയിലാണ് ചിലപ്പോൾ പല ചാർട്ടിനും പല രീതിയിലാണ് മറ്റേ എൻട്രി എടുക്കാറുള്ളത്. സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇവിടെ നമ്മളൊരു അത് വെച്ചാൽ 1:3, പലരും 1:3, 1:2 എന്ന് പറഞ്ഞ് വെക്കാറ്. ഇപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാം. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ ചിലവർ റെസിസ്റ്റൻസ് വരെ എന്തായാലും വെക്കാന്നുള്ള രീതിയിൽ ചിലർ വെക്കും. അങ്ങനെ വെക്കുന്നവരുണ്ട്. പ്രോഫിറ്റ് റൺ ചെയ്യിക്കാന്ന്. അല്ലാതെ ഇപ്പോൾ ലോങ് ടൈമിൽ ഇവിടെയൊക്കെ വാങ്ങിച്ചവർ, ഇപ്പോൾ ഈ ചെറിയൊരു സപ്പോർട്ട് ലൈന് വാങ്ങിച്ചവർ ഇപ്പം സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രയൽ ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഒരു എൻട്രി എടുത്താൽ സപ്പോർട്ടിൽ എൻട്രി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, റിവേഴ്സിൽ ഒരു എൻട്രി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബയേഴ്സ് കൂടിയെന്നും, ഇപ്പോൾ റെസിസ്റ്റൻസിൽ നമ്മൾ എക്സിറ്റ് അടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സെല്ലിംഗ് പ്രഷർ വരുമെന്നുമാണ് അതിൻ്റെ അർത്ഥം. FNO ചെയ്യുന്നത് വേറെ, നമ്മളിപ്പം അല്ലാതെ ഷോർട്ട് സെല്ലിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ ഒരു എൻട്രി എടുത്തു, ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സ്വിങ് കാണുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളൊരു സ്റ്റോപ്പ് ലോസ്, ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് ട്രയൽ ചെയ്താലും പൊക്കി വെച്ചാൽ പിന്നെ അത് അടിച്ചിട്ടില്ല. പിന്നെ അത് മുകളിലോട്ട് പോയി ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. ഉണ്ടോ? പിന്നെ അത് അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അഥവാ ഇതിപ്പോൾ ഒരു റിവേഴ്സിൽ വന്നാൽ, ഇപ്പോൾ ആരും പറയുന്ന പോലെ തന്നെ ഷെയർ മാർക്കറ്റ് നടക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നൊരു സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഇവിടെ എൻട്രി എടുത്താൽ അതൊരു നഷ്ടം വരത്തില്ല. അതായത് ഏറ്റവും താഴെയാണ് അയാൾ മേടിച്ചത്, ഒരാൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡെയിലി ടൈം ഫ്രെയിം നമ്മളൊരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. അത് ഓരോരുത്തരുടെ റിസ്ക് വെച്ചിട്ടാണ് അതിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ തിരിച്ച് എവിടെ വരെ നമുക്ക് റൺ ചെയ്യിക്കാം. ഓക്കെ, തൊട്ടടുത്തൊരു റെസിസ്റ്റൻസ് വരെ നമുക്ക് റൺ ചെയ്യിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പലരും 1:2, 1:3 എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന പോലെ അങ്ങനെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു റിസ്ക് റിവാർഡിൻ്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണാം. ഇവിടെ ഞാനൊരു എൻട്രി എടുത്തൊന്നിരിക്കട്ടെ, ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ട് ഇവിടെ തൊട്ട് താഴെ ഒരു സ്വിംഗ് ലോയിൽ ഞാൻ വെച്ചെങ്കിൽ പോലും എനിക്ക് എൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ 1:4 എനിക്ക് കിട്ടി. ഓക്കെ, നമ്മളിപ്പോൾ 1:2 വെച്ചാലും, ഒരു 1:2 ഏരിയ വെച്ചാലും, 1:2 ഏരിയയിൽ ഓക്കെ ഇവിടെ ഇരിക്കട്ടെ വെച്ചാലും എനിക്ക് കണ്ട് ഓൾമോസ്റ്റ് ഒരു 74% മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. പിന്നെ അത് ചിലവർ ഇപ്പം പ്രോഫിറ്റ് റൺ ചെയ്യിക്കണം എന്നുള്ളവർക്ക് എവിടെ വരെ റൺ ചെയ്യിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നത് വരെ, ചിലപ്പോൾ ഇവിടെ വരെ ചെല്ലാം, തിരിച്ച് വരാം, ചിലപ്പോൾ ഇവിടെ വരെ പോയിട്ട് പകുതിയായി ചിലപ്പോൾ ഇവിടെ വരെ എത്താം, മുകളിലോട്ട് പോകാം. ഈ ഒരു ലൈൻ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു അപ്പോഴത്തേക്ക് നമ്മൾ എക്സിറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്കറിയത്തില്ല നമ്മളിത് എങ്ങോട്ട് പോകും. നമ്മളിപ്പോൾ ഒരു തൊട്ട് ഈ ഒരു സമയത്തുള്ള അതേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
എല്ലാവരുടെയും അനാലിസിസ് ഒരിക്കലും 100% എപ്പോഴും ഇന്നടത്തോട്ട് തന്നെ കൊണ്ടുപോകാൻ ഒരിക്കലും ഷെയർ മാർക്കറ്റ് ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. അത് റൂഡായിട്ട് പറഞ്ഞല്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസിനെ നമ്മളെപ്പോഴും ബഹുമാനിക്കുക. സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ബഹുമാനിക്കുക. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ലോസ് അത് കട്ട് ചെയ്ത് കളയും. 1000 രൂപ 10,000 രൂപ ലോസിൽ പോകുന്നതിന് നല്ലതാണല്ലോ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്. നമ്മൾ ഒരു 200 രൂപ അല്ലെങ്കിൽ 500 രൂപ നമ്മളൊരു റിസ്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വെക്കുന്നത്. അപ്പം ചാർട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, ജസ്റ്റ് ടെക്നിക്കൽ അനാലിസിസ് ഒന്ന് ചെയ്ത് പഠിച്ച് നോക്കുക. ഇപ്പോൾ പല വീഡിയോസ്, ഇപ്പോൾ എൻ്റെ അകത്തുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ചെറിയൊരു ഐഡിയ കിട്ടും, ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ. അപ്പം ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ വാങ്ങിച്ചവർക്കൊക്കെ ഇനി ഈ കുറേ നാളത്തേക്ക് നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ളൊരതുണ്ട്. ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം, ഒരു ബ്രേക്കൗട്ട് ഏരിയയിൽ നമുക്ക് ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്ടം എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷെയർ മാർക്കറ്റ് എപ്പോഴും ന്യൂട്രലായിരിക്കും. അതായത് ഒരാൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനോ നഷ്ടം ഉണ്ടാക്കി കൊടുക്കണമെന്നോ അതിന് നിർബന്ധമില്ല. ഒരു ന്യൂട്രലായിട്ടുള്ളൊരു അതായിരിക്കും ഷെയർ മാർക്കറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും എപ്പോഴും നമ്മൾ മാനിക്കുക, മറ്റേ എക്സിറ്റ് ഏരിയയിലും നമ്മൾ നോക്കുക. അതിപ്പോൾ ലോസിലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെച്ച പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. നമുക്കതേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഷെയർ മാർക്കറ്റിൽ. അല്ലാതെ ഒരിക്കലും മാർക്കറ്റ് ഒരിക്കലും നാളെ നമുക്ക് കൊണ്ടുതരും അങ്ങനെ ചിന്തിക്കാനേ നമുക്ക് പാടില്ല. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.